ഹായ് എവരിവൺ. ഇന്ന് എൻ്റെ ഡേ 3 ഓഫ് ട്രേഡിംഗ് ചലഞ്ചാണ്. എല്ലാ ദിവസവും എടുക്കുന്ന പോലെ നിഫ്റ്റി തന്നെയാണ് ഇന്നും ട്രേഡ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ പി ഇ സൈഡാണ് ഇന്ന് സാധ്യതയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പി ഇ സൈഡ് തന്നെ എടുത്തിരിക്കുന്നത്. ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇന്നും എന്നത്തെയും പോലെ 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും 40 പോയിൻ്റ് ടാർജറ്റും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇന്നലെ പക്ഷേ നമുക്ക് 40 പോയിൻ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു 35 പോയിൻ്റിൽ ടാർഗറ്റ് വെച്ച് ഇറങ്ങി ചെയ്തത്. പക്ഷേ അതിനുശേഷം നല്ലൊരു റാലി ഇന്നലെ തന്നായിരുന്നു. പക്ഷേ നമ്മളത് ക്യാച്ച് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, നമുക്കിത് 40 പോയിൻ്റ് തന്നെയാണ് പ്രോഫിറ്റ് എപ്പോഴും വെക്കേണ്ടത്. പിന്നെ ഇന്നലെ ഒരു വെർട്ടിക്കൽ സ്പൈക്ക് കണ്ടപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷേ അതിന് ശേഷം നന്നായിട്ട് ബെയറിഷ് ആയിരുന്നു മാർക്കറ്റ്. നന്നായിട്ട് ഇറങ്ങുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഇന്നിപ്പോൾ മാർക്കറ്റ് പതിയാണ് ഇറങ്ങുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്, അറിയാമല്ലോ. ഇന്ന് വീക്കിലി എക്സ്പയറി ആണ്. ഏകദേശം 1000-1200 പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 3000 രൂപയാണ് പ്രോഫിറ്റ് നോക്കുന്നത്, അതായത് 40 പോയിൻ്റ്. സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ 1500 രൂപ സ്റ്റോപ്പ് ലോസ്, അതായത് 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസാണ് വെക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് ഒരു 20 പോയിൻറ്റിന് മേളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒരു 10 പോയിൻ്റ് കൂടി കുറച്ച് വെക്കും. ശരിക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു റാലി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പതിയെ 40 പോയിൻ്റ് നോക്കാതെ വീണ്ടും സ്റ്റോപ്പ് ലോസ് മാത്രം ട്രെയിൽ ചെയ്ത് ഒരു റാലി വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. പക്ഷെ ഞാനിതൊരു ചലഞ്ചായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് മാക്സിമം 40 പോയിൻ്റിൽ തന്നെ ഇറങ്ങാൻ നോക്കും. പിന്നെ എക്സ്പയർ കൂടി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എങ്ങനെ മാർക്കറ്റ് പോകുമെന്ന്. ഇപ്പം നല്ലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് മാർക്കറ്റ്. നിഫ്റ്റി നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ പുട്ട് സൈഡിലെ എൻട്രി ഏകദേശം 2600 വന്നിട്ടുണ്ട് പ്രോഫിറ്റ്. കറക്റ്റ് 40 പോയിൻ്റ് അടിച്ചായിരുന്നു. 3000 നിങ്ങളും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3000 പ്രോഫിറ്റ് കാണിച്ചിരുന്നു. പക്ഷേ ഞാൻ അവിടെ വെച്ച് ഇറങ്ങിയില്ല. ഞാൻ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കിയിട്ട് സെൽ ലിമിറ്റ് ആയിട്ടിരിക്കുന്നത്. സെൽ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ വെച്ചിരിക്കുന്നത് കറക്റ്റ് അതിൽ വരുമ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങും. വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി. കുഴപ്പമില്ല. എന്തായാലും ഇപ്പോൾ 10 പോയിൻ്റല്ലേ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെന്തായാലും ഹിറ്റായിട്ടില്ല. അത് നോക്കാം. ഇത്രയും നമുക്ക് പ്രോഫിറ്റ് കാണിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 3000 രൂപയോളം വന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിന് 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെക്കണം? അതുകൊണ്ട് ഞാൻ ഒരു 10 പോയിൻ്റ് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും റാലി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 40 പോയിൻ്റ് ഇറങ്ങാഞ്ഞതല്ല. ആ സമയത്ത് ഇറങ്ങാൻ സാധിച്ചില്ല. പിന്നെ ഡൗൺ സൈഡാണ് മാർക്കറ്റ് പോയത്. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇനിയും കയറുമായിരിക്കും. കയറിലും കുഴപ്പമില്ല. നമുക്കിപ്പം 10 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസാണ് വെച്ചിരിക്കുന്നത്. അത് ഹിറ്റായാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ 40 പോയിൻ്റെങ്കിലും ക്യാപ്ചർ ചെയ്യണമെന്ന്. അല്ലാതെ നമ്മളിത് വേണ്ടി നിന്നിട്ട് കാര്യമില്ല. വീണ്ടും മാർക്കറ്റ് കയറുന്നുണ്ട്. നമ്മുടെ സൈഡിലേക്കാണ്. അത് നോക്കാം. ഈ 40 പോയിൻ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് താഴെ വെച്ച് നമ്മൾ 750 രൂപ ലോസിൽ ഇറങ്ങും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഏതായാലും കയറുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 40 പോയിൻ്റ് ക്യാപ്ചർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ടല്ലോ, ഞാൻ ഒരേ ഒരു എൻട്രി എടുത്തുള്ളൂ. അത് പി ഇ സൈഡാണ് എടുത്തത്. സെല്ലും ബൈയും കംപ്ലീറ്റ് ആയിട്ട് ബാക്കി എല്ലാ ഓർഡറും ക്യാൻസലായി കിടക്കുവാണ്. സ്റ്റോപ്പ് ലോസ് ഓർഡറൊക്കെ ഇട്ടതാണ്. കണ്ടല്ലോ, പ്രോഫിറ്റ് കറക്റ്റ് 41 പോയിൻ്റ് എടുത്തു. അതാണ് 3075. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ ചലഞ്ചും സക്സസ് ആയി. ഇപ്പോൾ ഏകദേശം വൈകിട്ട് 3:27